അതിരുകളില്ലാതെ പരന്നു കിടക്കുന്ന നെൽവയലുകളിൽ ജന്മിമാരുടെ അടിമകളായി പകലന്തിയോളം പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ. കൂലിയായി കിട്ടുന്നതോ 3/4 ചക്രം. തൊഴിലാളികൾ അധ്വാനിച്ച് വിളയിച്ച നെല്ല് കരിഞ്ചന്തയിൽ വിറ്റ് ലാഭം കൊയ്ത് മാനമുട്ടയെ വളരുന്ന ജന്മിമാർ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരമെങ്കിലും വയറു നിറയെ അന്നം നൽകാൻ കഴിയാതെ കർഷക തൊഴിലാളികൾ. എങ്ങും പട്ടിണിയും ദുരിതങ്ങളും മാത്രം. അക്കാലത്ത് 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിൽ ശങ്കരൻ അക്കാമ ദമ്പതികളുടെ പുത്രനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനിച്ചു. അച്ഛനും അമ്മയും സഹോദരങ്ങളുമടങ്ങുന്ന സന്തുഷ്ട കുടുംബം. VSന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയ്ക്ക് വസൂരി എന്ന മാരക രോഗം പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഓലപ്പുര കെട്ടി രോഗിയെ അതിനകത്താക്കും. പലപ്പോഴും രോഗി വേദന കൊണ്ട് പുളയുന്ന നിലവിളി ദൂരെ കേൾക്കും. മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയും. വസൂരി എന്ന മഹാമാരിയോട് പോരാടി അക്കമ്മ മരിച്ചു. 4 വയസ്സ് തൊട്ട് വിധി കരുതിവെച്ച ക്രൂരതകൾ അവിടെ അവസാനിച്ചില്ല. 11ാമത്തെ വയസ്സിൽ അച്ഛനും യാത്രയായി. അച്ഛൻ്റെ മരണത്തോടെ 7ാം ക്ലാസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിച്ചു. ചേട്ടൻ്റെ തയ്യൽ കടയിൽ സഹായിയായി പോയി തുടങ്ങി. അവിടെ നടക്കുന്ന ചർച്ചകളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും VSൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ആരംഭിക്കുകയായിരുന്നു. പിന്നീട് ഒരു കയർ ഫാക്ടറിയിൽ ജോലിക്ക് ചേർന്നു. തൊഴിലാളികളോടുള്ള ചൂഷണങ്ങളും കയർ വ്യവസായത്തിലെ കഠിനമായ സാഹചര്യങ്ങളും സസൂക്ഷ്മം പഠിച്ച് VS ഒഴിവു സമയങ്ങളിൽ തൻ്റെ സഹപ്രവർത്തകരെ യൂണിയനിൽ ചേർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്ന പഠന ക്ലാസുകളിൽ സംശയങ്ങൾ ഉന്നയിക്കാൻ ഒട്ടും മടി കാണിക്കാത്ത ഒരു നേതാവിനെ ആ കുട്ടിയിൽ തിരിച്ചറിഞ്ഞ കൃഷ്ണപിള്ള ജോലി ഉപേക്ഷിച്ച് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. തെങ്ങിൽ നിന്നും വീണു മരിച്ച ചെത്തുതൊഴിലാളി കുട്ടനെ അവിടെ സംസ്കരിക്കാനുള്ള അനുവാദം ജന്മി നൽകിയില്ല. ഈ അവസരത്തിൽ ദുഃഖിച്ചു നിൽക്കുന്ന മനുഷ്യരെ സംഘടിപ്പിച്ച് കുട്ടനെ അവിടെ തന്നെ സംസ്കരിക്കാനുള്ള അവകാശം VS നേടിയെടുത്തു. VSൻ്റെ നേതൃത്വത്തിൽ കുട്ടൻ്റെ കുടുംബത്തെ കുടിയിറക്കാതിരിക്കാൻ സഖാക്കളെ കാവൽ നിർത്തി. ഈ സംഭവത്തിന് ശേഷമാണ് ആലപ്പുഴ താലൂക്കിൽ ചെത്തുതൊഴിലാളി യൂണിയൻ രൂപീകൃതമാകുന്നത്. കർഷക തൊഴിലാളികൾക്ക് സംഘടിക്കുവാൻ ഊർജം നൽകിയ ആ വഴികാട്ടി വീണ്ടും സമരങ്ങളിലേക്ക്. അന്ന് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുന്നണിയിലായിരുന്നു VS. തൊഴിലാളികൾ പ്രക്ഷോഭം തുടങ്ങിയത് വേലയും കൂലിയും ആവശ്യപ്പെട്ടായിരുന്നു. എന്നാൽ വൈകാതെ അത് തിരുവിതാംകൂറിലെ ദിവാൻ ഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടമായി രൂപാന്തരപ്പെട്ടു. എന്നാൽ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ പ്രക്ഷോഭം അടിച്ചമർത്താൻ പോലീസ് ഭീകരത കൂട്ടുപിടിച്ചു. 1946 ഒക്ടോബർ 24 പുന്നപ്ര പോലീസ് ക്യാമ്പിലേക്ക് മാർച്ച് നടത്തി. തൊഴിലാളികൾക്കു നേരെ പോലീസ് നിറയൊഴിച്ചു. 50ഓളം പേർ വെടിയേറ്റു പിടഞ്ഞു വീണു. പോലീസുകാർ 10ഓളം പേർ മരണപ്പെട്ടു. പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ VS പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി. എന്നാൽ VSനെ പിടികൂടി പാലാ സ്റ്റേഷനിലെ ലോക്കപ്പിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. ബയണറ്റ് വലതുകാലിൻ്റെ വെള്ളയിൽ കുത്തിയിറക്കി. VS ബോധരഹിതനായി. രക്തം വാർന്ന് മരിച്ചുവെന്ന് കരുതി മറവ് ചെയ്യാൻ തീരുമാനിച്ച് കള്ളൻ കോലപ്പനെയും കൂട്ടി പോലീസുകാർ കുറ്റിക്കാടുകൾ തേടി ജീപ്പിൽ കുതിച്ചു. എന്നാൽ യാത്രാമധ്യേ VSന് ശ്വാസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കോലപ്പൻ ഉടൻ ആശുപത്രിയിലെത്തിക്കണമെന്ന് പോലീസുകാരോട് ആവശ്യപ്പെട്ടു. ഏറെ നാൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് VS ആശുപത്രി വിട്ടത്. പോലീസ് കസ്റ്റഡിയിലെ കടുത്ത പീഡനങ്ങളും ദാരിദ്ര്യവും മറികടന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളായി മാറി. വേലിക്കകത്ത് നിർത്താൻ ശ്രമിച്ച എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും മറികടന്ന് സ്വന്തം ശരികളിൽ കൂടി മാത്രം സഞ്ചരിച്ച നേതാവായിരുന്നു VS.
മതികെട്ടാൻ, മൂന്നാർ, സ്ത്രീകൾക്കു നേരെ നടന്ന അതിക്രമങ്ങൾ, ഐസ്ക്രീം പാർലർ കേസ്, പ്ലാച്ചിമട, എൻഡോസൾഫാൻ, കൂടംകുളം, TP വധം, പ്രളയം, ഇടതു സർക്കാർ നയങ്ങൾ. തനിക്ക് ശരിയല്ലെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ നിലപാട് ഉറക്കെ പറയാൻ VS ആരെയും ഭയപ്പെട്ടില്ല. ജീവിതം തന്നെ വിപ്ലവമാക്കിയ സമരനായകൻ. കേരള രാഷ്ട്രീയത്തിൽ അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിപ്ലവസൂര്യന് ആദരാഞ്ജലികൾ.